ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് സോണിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്നത്തെ വ്ളോഗിൻ്റെ നിങ്ങൾ തംബ്നെയിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഇൻഫോർമേറ്റീവ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം, നമ്മൾ UK വന്നതിന് ശേഷം ഒരു 5 years കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അല്ലെങ്കിൽ ILRന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ILRയുടെ റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായി നമുക്കൊരു ലൈഫ് ഇൻ ദി UK എക്സാം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പം ലൈഫ് ഇൻ ദി UK എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പം വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ലൈഫ് ഇൻ ദി UK എക്സാം ബേസിക്കലി നമ്മൾ UK വന്നതിന് ശേഷം 5 years ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ബിക്കം എലിജിബിൾ ടു അപ്ലൈ ഫോർ പെർമനൻറ്റ് റെസിഡൻസി. ഓക്കെ, വിച്ച് ഇസ് ഓൾസോ കോൾഡ് ആസ് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ. കേട്ടോ, ഇനി ഈ PR അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ പേപ്പർ വർക്ക്സിൻ്റെ ഭാഗമായി നമുക്കൊരു എക്സാം കംപ്ലീറ്റ് ചെയ്യണം, പാസ് ചെയ്യണം. അതാണ് ലൈഫ് ഇൻ ദി UK എക്സാം. കേട്ടോ, പിന്നെ എന്തിനാണ് ഈ ഒരു എക്സാം അവർ വെച്ചിരിക്കുന്നത്? നമ്മളൊരു ന്യൂ സിറ്റിസനായിട്ട്, ദാറ്റ് ഈസ് ഇവിടുത്തെ ഈ രാജ്യത്തെ പെർമനൻറ്റ് റെസിഡൻസി ഒബ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി ഒബ്റ്റെയിൻ ചെയ്തിട്ട് നമ്മളിപ്പം 1 year കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചോ, PR എടുത്ത ശേഷം 1 year കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി ബിക്കം എലിജിബിൾ ഫോർ അപ്ലൈയിങ് ഫോർ UK സിറ്റിസൺഷിപ്പ്. ഓക്കെ, അപ്പം ഈ പറയുന്ന 2 സംഭവങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അവർ പറയുന്ന നമ്മൾ എന്താ പറയുന്നത്, ഈ രാജ്യത്തെ ഹിസ്റ്ററി, അതിൻ്റെ ട്രഡീഷൻസ്, അതിൻ്റെ കൾച്ചർ, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ഇതെല്ലാത്തിനെ പറ്റി നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും നോളജും വേണം. എന്നിട്ട് വേണം നമ്മൾ ഈ രാജ്യത്തിലേക്ക് വന്ന് ചേരാനായിട്ട് എന്നാണ് അവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ലൈഫ് ഇൻ ദി UK എക്സാം വെച്ചിരിക്കുന്നത്. കേട്ടോ, പിന്നെ ചിലർക്ക് ഒരു സംശയം, ഇതൊരു ലാംഗ്വേജ് എക്സാം ആണോ എന്നാണ്. ആക്ച്വലി അല്ല കേട്ടോ, ഇതൊരു ലാംഗ്വേജ് എക്സാമേ അല്ല. ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ നോളജ് ടെസ്റ്റ് ചെയ്യുന്നൊരു എക്സാമാണ്. ഇനിയിപ്പം നമ്മൾ നേഴ്സസ് ആണല്ലോ, അപ്പം നേഴ്സസ് ഇവിടെ എന്താ പറയുന്നത്, നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സ് PRന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലൈഫ് ഇൻ ദി UK എക്സാം മാത്രം എഴുതിയാൽ മതി. നമുക്കൊരു ഇംഗ്ലീഷ് എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ IELTS അല്ലെങ്കിൽ OET എഴുതി അത് പാസ്സായിട്ടാണല്ലോ ഈ രാജ്യത്തോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലാംഗ്വേജ് എക്സാം ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ വി ഡോണ്ട് ഹാവ് ടു ടേക്ക് അപ്പ് അനദർ എക്സ്ട്രാ ലാംഗ്വേജ് എക്സാം. ഓക്കെ, അത് സമയത്ത് ഇപ്പം നമ്മുടെ ഡിപ്പെൻഡൻസ് ഉണ്ടല്ലോ, ഡിപ്പെൻഡൻസ് അവർക്ക് അവരുടെ എലിജിബിലിറ്റി, ദാറ്റ് ഈസ് അവർ 5 years കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ അവർക്ക് ഡെഫിനറ്റായിട്ടും ഇംഗ്ലീഷ് എക്സാം എഴുതേണ്ടി വരും. ഓക്കെ, ആ ഇംഗ്ലീഷ് എക്സാമും പ്ലസ് ലൈഫ് ഇൻ ദി UK എക്സാമും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് അവരുടെ PRന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി എക്സാം ഫോമാറ്റ്. ഓക്കെ, എക്സാം ഫോമാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 45 minutes ഡ്യൂറേഷൻ ആണ് ഈ ഒരു എക്സാമിന്. ഈ 45 minutesൽ നമുക്ക് വരുന്നത് 24 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണും, അതിൻ്റെ താഴെയിലായിട്ട് കുറച്ച് ഓപ്ഷൻസും കാണും. അങ്ങനെയാണ് നമ്മുടെ എക്സാം ഫോമാറ്റ് വരുന്നത്. പിന്നെ നമുക്ക് 75% പാസ് റേറ്റ് വേണം ഈ ഒരു എക്സാം പാസ്സാവാൻ. കേട്ടോ, അപ്പോൾ 75 എന്ന് പറയുമ്പോൾ 24ൽ 18 ക്വസ്റ്റ്യൻസേലും നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കണം, എന്നാലേ നമുക്ക് പാസ് റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഇൻ കേസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി പോയാൽ നമുക്ക് എത്ര വേണമെങ്കിലും അറ്റംപ്റ്റ്സ് എടുക്കാൻ പറ്റും. പക്ഷേ ഈച്ച് അറ്റംപ്റ്റ് ഇസ് ഗോയിങ് ടു കോസ്റ്റ് യു £50. സോ ഇറ്റ്സ് ഗുഡ് ഇഫ് യു ക്യാൻ ജസ്റ്റ് പ്രിപ്പയർ ബിഫോർ യുവർ എക്സാം ആൻഡ് ദെൻ ഗോ ആൻഡ് ഡു യുവർ എക്സാം. ഓൾറൈറ്റ്, ഇനി എങ്ങനെ നമുക്ക് ഈ എക്സാമിന് വേണ്ടി ബുക്ക് ചെയ്യാം? ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഗൂഗിളിൽ പോവുക, ലൈഫ് ഇൻ ദി UK എക്സാം ബുക്കിംഗ് എന്ന് അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിൽ gov.uk എന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫസ്റ്റ്. കേട്ടോ, ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതാ ഈ പേജ് വന്നിട്ട് കണ്ടില്ലേ, ബുക്ക് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സെഷനുണ്ട്. അവിടെ നമ്മളോട് പറയുന്നുണ്ട് ഇമെയിൽ അഡ്രസ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ആൻ അക്സെപ്റ്റഡ് ഫോം ഓഫ് ID. ഓക്കെ, അപ്പോൾ ഞാൻ BRP കാർഡ് വെച്ചിട്ടായിരുന്നു ചെയ്തത്. നമ്മൾ അവിടെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പേജ് വരും. ഇവിടെ നമ്മുടെ എന്താ പറയുന്നത്, ഏറ്റവും ബോട്ടമിലേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് യുവർ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പേജ് വരും. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം, നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. ഓക്കെ, അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ പറയുന്ന അടുത്ത ഈ പേജ് വരുന്നത്, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇവിടെ നമുക്ക് അവർ പറയുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടിയതായിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതനുസരിച്ച് എന്താ പറയുക ഫില്ലിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചൂസ് എ സെൻറ്റർ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ പോസ്റ്റ് കോഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ടെസ്റ്റ് സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ ഇങ്ങനെ കാണിക്കും. അപ്പം എനിക്ക് ഇത്രയും ഓപ്ഷൻസ് ആയിരുന്നു വന്നിരുന്നത്.
ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലീഡ്സ് സെലക്ട് ചെയ്തു, അതാണല്ലോ നമുക്ക് അടുത്തത്. അത് കഴിഞ്ഞിട്ട് വെൻ വുഡ് യു ലൈക്ക് ടു സിറ്റ് ഫോർ യുവർ ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇത് അവൈലബിൾ സ്ലോട്ട്സ് കാണിക്കും. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ഡേറ്റ്സിൽ നമുക്ക് അവൈലബിലിറ്റി ഉണ്ടാവും. ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഡേറ്റ്സിൽ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന സെൻറ്ററിൽ ചിലപ്പോൾ അവൈലബിലിറ്റി കാണത്തില്ല, ബട്ട് വേറെ സെൻറ്റേഴ്സിൽ ഡേറ്റിൽ അവൈലബിൾ സ്ലോട്ട്സ് കാണും. ഗ്രേ കളേർഡ് ആയിട്ടുള്ള ഡേറ്റ്സിൽ ഒരിടത്തും സ്ലോട്ട്സ് കാണത്തില്ല അവൈലബിൾ ആയിട്ട്. ഓക്കെ, പിന്നെ വേറെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന സെൻറ്ററും നമ്മുടെ അവൈലബിൾ ഡേറ്റും നമ്മൾ നോക്കിക്കഴിയുമ്പം ഇൻ കേസ് ഇപ്പോൾ അവിടെ ഒരൊറ്റ സ്ലോട്ടേ ഉള്ളൂ എന്ന് കണ്ടാൽ അവർക്കറിയാം നമ്മൾ അതേ ബുക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് അവർ £65 ചാർജ് ചെയ്യും കേട്ടോ, ഇൻ കേസ് അവിടെ ഒത്തിരി അവൈലബിൾ സ്ലോട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളത് നോക്കി വേണം ബുക്ക് ചെയ്യാൻ. നമ്മൾ പിന്നെ എക്സാമിൻ്റെ ഡേ വന്നു കഴിഞ്ഞാൽ എക്സാമിന് പോകുമ്പോൾ നമ്മുടെ പ്രൂഫ് ID കൊണ്ടുപോകണം കേട്ടോ. എൻ്റെ കയ്യിൽ ഞാനന്ന് BRP ആയിരുന്നു കരുതിയിരുന്നത്, കാരണം BRP വെച്ചിട്ടായിരുന്നു ഞാൻ എക്സാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്ത് വെച്ചിട്ടാണോ എക്സാം ബുക്ക് ചെയ്യുന്നത് ആ ID കയ്യിൽ എടുത്തോണം. ഓക്കെ, പിന്നെ അത് കൂടാതെ നമ്മുടെ ഇമെയിൽ കൺഫർമേഷൻ വരുമല്ലോ, അതും കയ്യിലെടുത്തോണം. പിന്നെ എക്സാം സെൻറ്ററിൽ നമ്മൾ ബിഫോർ ടൈം അറൈവ് ചെയ്യുക. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സ്കാനൊക്കെ ചെയ്യും കേട്ടോ, ഫുൾ ബോഡി സ്കാൻ ചെയ്യും, ചെവി വരെ ചെക്ക് ചെയ്യും, നമ്മുടെ കയ്യിൽ വല്ലതും ഹെഡ്ഫോൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഒരു റൂമിലേക്ക് ലീഡ് ചെയ്യും. ആ റൂമിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിൽ ഒരു കമ്പ്യൂട്ടർ നമ്മൾ പോയി ഇരിക്കണം. നമ്മൾ എന്നിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താ പറയുന്നത്, ടൈമറുണ്ട് അവിടെ. ആ ടൈമർ അവിടെ സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ സംഭവം. എക്സാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനൊരു 10 മിനിറ്റ്സേ എടുത്തുള്ളൂ എക്സാം ചെയ്ത് തീർക്കാനായിട്ട്. അതാ ഞാൻ പറഞ്ഞു, പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ 45 മിനിറ്റ്സിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഈ എക്സാമിൻ്റെ റിസൾട്ട് നമ്മളിപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. റിസൾട്ട് നമ്മൾ പാസ്സായാൽ നമുക്ക് അവിടെ തന്നെ ടെസ്റ്റ് സെൻറ്ററിൽ വെച്ച് നമ്മൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് റിസൾട്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ഇമെയിൽ വരും കേട്ടോ. ആ ഇമെയിലിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുന്നത്. ആ ഇമെയിലിൻ്റെ അകത്തൊരു റെഫറൻസ് നമ്പർ പറഞ്ഞിട്ടുണ്ടാവും. ഈ നമ്പറാണ് നമ്മൾ നമ്മുടെ PR-ന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ചോദിക്കുമ്പോൾ ഈ നമ്പർ അവിടെ നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് ഒരു എവിഡൻസ് ആണ് നമ്മൾ ആ എക്സാം എഴുതി പാസ്സായെന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്, ഈ ലൈഫ് ഇൻ ദി UK എക്സാം ഭയങ്കര ടഫാണോ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ എക്സാം എഴുതുന്നതിന് മുന്നേ എനിക്ക് നല്ല പേടിയുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതെങ്ങനെ നമ്മൾ എഴുതി തീർക്കും, കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെളിയിൽ നിന്ന് വന്നിരിക്കുന്ന ആളല്ലേ. അപ്പം എനിക്ക് കേട്ടൊരു ഐഡിയ ഉള്ളത് ലൈഫ് ഇൻ ദി UK എക്സാം ബേസിക്കലി ഇവിടുത്തെ ഹിസ്റ്ററിയും ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലും പഠിച്ച് എഴുതേണ്ട ഒരു സംഭവമാണെന്ന്. ശരിയാണ്, ഇറ്റ്സ് ബേസിക്കലി ഇവിടുത്തെ പഴയ കാര്യങ്ങൾ, ഇവിടുത്തെ ഹിസ്റ്ററിയും ഇവിടുത്തെ പൊളിറ്റിക്സും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ പോയി നമുക്ക് എഴുതിയാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലിറ്റിൽ ടഫ് ഫോർ us, ഓക്കെ, ആൻഡ് മേ ബി എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ us ടു പാസ് സ്ട്രെയിറ്റ് അവേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുക. നമുക്ക് ഈ ലൈഫ് ഇൻ ദി UK എക്സാം പഠിക്കണമെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? വാട്ട് ടോപ്പിക്സ് ഡു വി നീഡ് ടു കവർ? നമുക്ക് ലൈഫ് ഇൻ ദി UK എക്സാം പഠിക്കാൻ ഒരു സിലബസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് 5 ചാപ്റ്റേഴ്സാണ് ഈ സിലബസിൽ വരുന്നത്. ഓരോ ചാപ്റ്ററിൻ്റെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് സബ് ടോപ്പിക്സും കാണും. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചാപ്റ്റർ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി UK ആണ്. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ബിക്കമിങ് എ പെർമനൻറ്റ് റെസിഡൻറ്റ് ആൻഡ് ടേക്കിംഗ് ദ ലൈഫ് ഇൻ ദി UK ടെസ്റ്റ്. അപ്പോൾ ഈ 2 ടോപ്പിക്സ് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ എക്സാമിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ഈസ് ദി UK ആണ് ചാപ്റ്റർ 2. അപ്പം വാട്ട് ഈസ് ദ UK എന്ന് പറയുമ്പം സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, ഇതിനെല്ലാം പറ്റി നമ്മളൊരു ചെറിയ ബ്രീഫ് ഡീറ്റെയിലിംഗ് എന്ന് പറയാം ആ ഒരു ചാപ്റ്ററിൽ. പിന്നെ ഫ്ലാഗ്സ്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ആ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. പിന്നെ ചാപ്റ്റർ 3 ആണ് ഹിസ്റ്ററി സംസാരിക്കുന്നത് കേട്ടോ. അപ്പം UKയുടെ അല്ലെങ്കിൽ പഴയ ബ്രിട്ടനെ പറ്റി നമ്മൾ അവിടെയാണ് പഠിക്കുന്നത്. ഇത്രയും ചാപ്റ്റേഴ്സ് അതിൻ്റെ അടി വരുന്നതാണ്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഇതൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റേഴ്സിലാണ് കാണുന്നത്. ചാപ്റ്റർ 4 നമ്മൾ പുതിയ UKനെ പറ്റി പഠിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ റിലീജിയൻ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, സ്പോർട്സ്, ആർട്സ് ആൻഡ് കൾച്ചർ, പിന്നെ ലെഷർ, പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ്, അങ്ങനെ കുറേ സബ് ചാപ്റ്റേഴ്സ് ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ് നമ്മൾ കാണുന്നത്.
ലാസ്റ്റ് ചാപ്റ്ററാണ് ദ UK ഗവൺമെൻറ്, ദ ലോ ആൻഡ് യുവർ റോൾ. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് ഡെമോക്രസീനെ പറ്റി പഠിക്കുന്നത്, പിന്നെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഗവൺമെൻറ്, ഓക്കെ, റൂളിംഗ് ബോഡീനെ പറ്റി പഠിക്കുന്നത്, പിന്നെ UK ആൻഡ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റെസ്പെക്റ്റിംഗ് ദ ലോ. ഓക്കെ, അപ്പം നമ്മൾ ഒരു സിറ്റിസൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ റോൾ ഓഫ് ദ കോർട്സ്, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, ടാക്സേഷൻ, ഡ്രൈവിംഗ്, അങ്ങനെ കുറച്ച് നല്ല ടോപ്പിക്സ് ഇവിടെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലാണ്, ഈ ഒരു ചാപ്റ്ററിലാണ് കാണുന്നത്. അപ്പം ഇതെല്ലാം പഠിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഇത്രയും പഠിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യമേ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോയി എക്സാം എഴുതിയാൽ നമുക്ക് ഒത്തിരി ഈസി ആയിരിക്കും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാൻ. ഓക്കെ, ഒഫീഷ്യൽ ലൈഫ് ഇൻ ദി UK.co.uk എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഒഫീഷ്യൽ ഷോപ്പ് കാണാൻ പറ്റും. ഈ ഷോപ്പിൽ നമുക്ക് നമ്മുടെ വേണ്ടിയ റിസോഴ്സസ് ടു പ്രിപ്പയർ ഫോർ ദിസ് എക്സാം ഇസ് അവൈലബിൾ. ഓക്കെ, അത് ഡിഫറെൻറ്റ് പാക്കേജസിലാണ് അവൈലബിൾ. ചിലതിന് തിയറി ബുക്ക് മാത്രമാണ്, ചിലതിന് ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ബുക്കും ഉണ്ട്. അപ്പം നമുക്ക് എന്താണോ വേണ്ടിയത് അതനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, റീസെൻ്റ് എഡിഷൻ നോക്കി വേണം മേടിക്കാനും. ഈ സൈറ്റിൽ ലാസ്റ്റ് പാക്കേജ് കണ്ടോ, 3 ബുക്ക് പാക്ക് എന്ന് പറഞ്ഞിട്ട്, ഇത് 24.99 എന്ന് പറഞ്ഞാൽ 25 pounds ആണ്. ഈ 25 pounds നമുക്ക് 3 ബുക്സാണ് കിട്ടുന്നത്. ഓക്കെ, ഈ 3 ബുക്സിൽ ആദ്യത്തെ ബുക്ക് എന്തുവാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അബൌട്ട് പുതിയ, ദാറ്റ് ഈസ് ന്യൂ റെസിഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഗൈഡാണ്. ഓക്കെ, ഈ ഗൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് UK പറ്റി പഠിക്കാൻ പറ്റും. അതുകൂടാതെ ട്രഡീഷൻസ് ആൻഡ് കൾച്ചേഴ്സ് ഫ്രം അറൗണ്ട് ദ UK, ഈവൻസ് ആൻഡ് പീപ്പിൾ ദ ഷേപ്പ് ദ ഹിസ്റ്ററി ഓഫ് ദ UK, ആൻഡ് ഫൈനലി ദ ഗവൺമെൻറ് ആൻഡ് ദ ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ പറ്റി നമുക്കൊരു പ്രോപ്പർ ഗൈഡുണ്ട്. ഈ ബുക്ക് കൂടാതെ ഒഫീഷ്യൽ സ്റ്റഡി ഗൈഡുണ്ട്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന നമ്മുടെ എന്താ പറയുന്നത് ബേസിക് ആയിട്ടുള്ള എക്സാമിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് തരാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടാവും. ആൻഡ് ദെൻ അടുത്ത ബുക്ക്, ദാറ്റ് ഈസ് ലാസ്റ്റ് ബുക്ക് എന്ന് ചോദിച്ചാൽ ഒഫീഷ്യൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ 3 ബുക്സ് ഒരുമിച്ച് നമ്മൾ മേടിച്ചാൽ 25 pounds നമുക്ക് 5 pounds ലാഭമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഗൈഡ് മാത്രം മതിയെങ്കിൽ 12.99 എന്ന് പറഞ്ഞ റേറ്റിൽ നമുക്ക് ഒഫീഷ്യൽ ഗൈഡ് ഫോർ ന്യൂ റെസിഡൻസ് ബുക്കും ഉണ്ട് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വേണം നമ്മൾ മേടിക്കാൻ. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ ടോപ്പിക്സ് തന്നെ ഇതിനകത്ത് എല്ലാത്തിനെയും ബേസ് ചെയ്ത് തിയറി അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ബുക്ക് മാത്രം പഠിച്ചിട്ട് ഓൺലൈനിൽ കുറേ ടെസ്റ്റ് ചെയ്തിട്ട് പോയാലും ധാരാളമാണ്. ഓക്കെ, ഇനി ഈ റിസോഴ്സസ് കൂടാതെ നമുക്ക് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി ലൈഫ് ഇൻ ദി UK എക്സാം എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മോസ്റ്റ് ഓഫ് ദം ആർ ഫ്രീ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ഭാഗമായിട്ട് 1-2 എണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ടൈം കിട്ടുന്ന സമയത്തെല്ലാം ഞാനത് വർക്കൗട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. ഒരു 3000 ടെസ്റ്റുകളൊക്കെ ഉള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി പ്രാക്ടീസ് കിട്ടുമല്ലേ, അപ്പം അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ ഗൂഗിളിൽ ഡയറക്റ്റ് പോയി ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ടെസ്റ്റ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്ലാറ്റ്ഫോംസ് ഇങ്ങനെ ഓപ്പൺ ആയി വരും കേട്ടോ. അവിടെയും നമുക്കിങ്ങനെ പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലതല്ലേ, നമുക്ക് അത്രയും ഹെൽപ്ഫുൾ ആവുമല്ലേ. അപ്പം ഇതൊക്കെയായിരുന്നു ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ലൈഫ് ഇൻ ദി UK എക്സാമിനെ പറ്റി എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാനിപ്പം എക്സാം പോയി എഴുതി വന്നുകൊണ്ടാണ് ഈ ഒരു വ്ളോഗ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ എന്താ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വിത്ത് ദാറ്റ് ഐ എം വൈൻഡിങ് അപ്പ്. അപ്പം ഇതുപോലെ വീണ്ടും ഇൻഫോർമേറ്റീവ് വ്ളോഗ്സും വേറെ നല്ല വ്ളോഗ്സുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അൺടിൽ ദെൻ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് ആൻഡ് ബൈ.